ഇന്ത്യയും കാനഡയുമായുള്ള നയതന്ത്ര പ്രതിസന്ധി വീണ്ടും വഷളാവുകയാണ്. കാനഡയിൽ ഇന്ത്യൻ പൗരന്മാരുടെ അറസ്റ്റ്. വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കാനഡയിൽ 3 ഇന്ത്യൻ പൗരന്മാർ അറസ്റ്റിലായെന്ന വിവരങ്ങൾ. കരൺപ്രീത് സിംഗ്, കമൽപ്രീത് സിംഗ്, കരൺ ബ്രാർ എന്നിവരാണ് അറസ്റ്റിലായതെന്ന് കനേഡിയൻ ന്യൂസ് വെബ്സൈറ്റായ CTV ന്യൂസിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. കൊലപാതകം, വധഗൂഢാലോചന എന്നിവ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. വിഘടനവാദിയുടെ കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന ആരോപണം അടക്കമുള്ളവയിൽ അന്വേഷണം തുടരുന്നതിനിടെയാണ് അറസ്റ്റ്. കാനഡയുടെ ആരോപണം ഇന്ത്യൻ അധികൃതർ പലതവണ നിഷേധിച്ചിരുന്നു. നിജ്ജറുടെ കൊലപാതകം പോലുള്ള വിഷയങ്ങളിൽ ഇടപെടുക എന്നത് ഇന്ത്യയുടെ നയമല്ലെന്ന് കേന്ദ്ര സർക്കാർ കാനഡയെ അറിയിച്ചിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ 2023 സെപ്റ്റംബറിൽ വ്യക്തമാക്കിയിരുന്നതാണ്. അതിനിടെ നിജ്ജറിന്റെ കൊലപാതകത്തിലെ പങ്കാളിത്തം ആരോപിച്ച് 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കാനഡയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഡേവിഡ് ടൈബോൾ പറഞ്ഞത്. തെളിവ് സംബന്ധിച്ച കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കാനാവില്ല. കൊലപാതകത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും പറയാൻ കഴിയില്ല. എന്നാൽ കേസിൽ അന്വേഷണം തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിജ്ജാറുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ ഏജന്റുമാരാണ് എന്ന വിശ്വസനീയമായ വിവരം കിട്ടിയെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് 2 രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര പ്രതിസന്ധി ഉടലെടുക്കുകയും ചെയ്തതാണ്. പിടികിട്ട പുള്ളിയായി ഇന്ത്യ പ്രഖ്യാപിച്ച ഖാലിസ്ഥാൻ ഭീകരനാണ് ഹർദീപ് സിംഗ് നിജ്ജാർ. നിജ്ജാറിന്റെ തലയ്ക്ക് ഇന്ത്യ 10 ലക്ഷം രൂപയാണ് വിലയിട്ടിരുന്നത്. 2023 ജൂൺ 18-നാണ് കനേഡിയൻ പ്രവിശ്യയായ ബ്രിട്ടീഷ് കൊളംബിയയിലെ സുറയിലുള്ള ഗുരുദ്വാരയ്ക്ക് പുറത്തുവെച്ച് നിജ്ജാർ കൊല്ലപ്പെടുന്നത്. കാനഡ കേന്ദ്രീകരിച്ച് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന നിജ്ജാർ ഖലിൻ ടൈഗർ ഫോഴ്സ് എന്ന ഖലിസ്ഥാൻ സംഘടനയുടെ തലവനായിരുന്നു. പഞ്ചാബികൾക്ക് ആധിപത്യമുള്ള ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിൽ ഗുരുദ്വാരയുടെ പ്രസിഡന്റായി ഇയാളെ തിരഞ്ഞെടുത്തത് ഏറെ ചർച്ചയായിരുന്നു. ഇയാളെ വിട്ടു നൽകണമെന്ന ആവശ്യം ഇന്ത്യ കനേഡിയൻ സർക്കാരിനോട് ഉന്നയിക്കുകയും ചെയ്തതാണ്. 1980-കൾ മുതൽ തന്നെ കുറ്റകൃത്യ ചരിത്രമുള്ള നിജ്ജാർ ചെറുപ്പകാലത്ത് തന്നെ പ്രാദേശിക ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധം പുലർത്തിയിരുന്നതായി ഇന്ത്യൻ അധികൃതർ തയ്യാറാക്കിയ വിശദമായ കേസ് ഫയൽ വ്യക്തമാക്കുന്നുണ്ട്. 1996-ൽ വ്യാജ പാസ്പോർട്ടുമായി കാനഡയിലേക്ക് കടന്ന നിജ്ജാർ ആ രാജ്യത്തെ പൗരത്വം നേടുകയായിരുന്നു. അവിടെ ട്രക്ക് ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടെ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കുന്നതിന് പ്രായോഗിക പരിശീലനം നേടുന്നതിനായി പാകിസ്ഥാനിലേക്ക് ഇയാൾ യാത്ര നടത്തിയിരുന്നു. കൂടാതെ ഇന്ത്യയിൽ നിരവധി കൊലപാതകങ്ങൾക്കും ആക്രമണങ്ങൾക്കും നിജ്ജാർ നിർദ്ദേശം നൽകിയിരുന്നതായും കേസ് ഫയലിലുണ്ട്. പഞ്ചാബ് ജലന്ധറിലെ ഭാർസിംഗ്പുര സ്വദേശിയായിരുന്ന നിജ്ജാറിനെ ഗുണ്ടാ ജീവിതത്തിലേക്ക് നയിച്ചത് നെക എന്നറിയപ്പെട്ടിരുന്ന ഗുർനേക് സിംഗ് ആയിരുന്നു. 80-കളിലും 90-കളിലും ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് നിജ്ജാർ ബന്ധം പുലർത്തിയിരുന്നു. അനവധി ഭീകരപ്രവർത്തന കേസുകളിൽ പേരുൾപ്പെട്ടതോടെയാണ് നിജ്ജാർ 1996-ൽ കാനഡയിലേക്ക് കടക്കുന്നത്. 2012 മുതൽ ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് തലവൻ ജഗ്ദാർ സിംഗ് താരയുമായി അടുത്ത ബന്ധത്തിലായതായും കേസ് ഫയലിൽ പറയുന്നുണ്ട്. 2012 ഏപ്രിലിൽ ഒരു സാമുദായിക ജാഥയിലെ അംഗമായി വേഷം ധരിച്ച് പാകിസ്ഥാൻ സന്ദർശിച്ചു. 2 ആഴ്ചക്കാലം ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിക്കുന്നതിൽ പരിശീലനം നേടുകയും ചെയ്തു. കാനഡയിലേക്ക് മടങ്ങിയെത്തിയ നിജ്ജാറിന്റെ അടുത്ത ലക്ഷ്യം ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ധനസമാഹരണമായിരുന്നു. ഇതിനായി കാനഡയിൽ മയക്കുമരുന്നും ആയുധവും കടത്തുന്ന സംഘവുമായി നിജ്ജാർ സഹകരിച്ചു. ജഗ്ദാർ സിംഗ് താരയുമായി ചേർന്ന് പഞ്ചാബിൽ ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതി നിജ്ജാർ തയ്യാറാക്കി. ഇതിനായി മൻദീപ് സിംഗ് ധലിവാൾ, സർബിത് സിംഗ്, അനൂപ് വീർ സിംഗ് ഫൗജി എന്നറിയപ്പെടുന്ന ദർശൻ സിംഗ് തുടങ്ങിയവരുൾപ്പെടുന്ന ഒരു സംഘവും കാനഡയിൽ രൂപവൽക്കരിച്ചു. 2015-ൽ സംഘാംഗങ്ങൾക്ക് ബ്രിട്ടീഷ് കൊളംബിയയിൽ ആയുധ പരിശീലനം ലഭിച്ചതായും കേസ് ഫയലിൽ പറയുന്നുണ്ട്. ഹരിയാനയിലെ സിർസയിലുള്ള ദേര സച്ച സൗദയുടെ ആസ്ഥാനത്ത് ഭീകരാക്രമണം നടത്താനും നിജ്ജാർ പദ്ധതിയിട്ടിരുന്നു. നിജ്ജാറിന് ഇന്ത്യയിൽ എത്താൻ സാധിക്കാത്തതിനാൽ ആക്രമണ പദ്ധതിയിൽ മാറ്റം വരുത്തി. മുൻ DGP മുഹമ്മദ് ഇസാർ ആലം, പഞ്ചാബിലെ ശിവസേന നേതാവ് നിശാന്ത് ശർമ്മ, ബാബ മൻസിംഗ് പെഹോവ വാലെ എന്നിവരെ ആക്രമിക്കാനായിരുന്നു നിജ്ജാറിന്റെ പദ്ധതി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.